എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം വളരെ ഞെട്ടലോട് കൂടി കേട്ട ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS യൂണിറ്റിൽ നടന്ന മതപരിവർത്തനവും ലൈംഗിക അതിക്രമവും. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ രാജ്യാന്തര ശക്തികൾ ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്ര പോലീസ് തന്നെ മഹാരാഷ്ട്ര SIT വലിയൊരു ടീമിനെ രൂപീകരിച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ച് ഇതിന് ആരൊക്കെയാണ് ഫണ്ട് നൽകിയിരിക്കുന്നത്, അത് വിദേശത്തു നിന്നടക്കം തീവ്രവാദികൾ ജിഹാദികൾ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ മഹാരാഷ്ട്ര SIT മഹാരാഷ്ട്ര പോലീസിന് ചില പരിമിതികളുണ്ട്. അതായത് അന്താരാഷ്ട്ര രാജ്യത്തിന് വെളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതായത് അതിനകത്ത് തീവ്രവാദികളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ NIAയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് NIAയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര പോലീസ്. അപ്പോൾ വലിയ രാജ്യത്ത് മൊത്തം കേരളത്തിലൊഴികെ അത് കുറച്ച് നാൾ മുന്നേ ഈ വിഷയം വന്നിട്ട് ഒരാഴ്ചയായി, ഏകദേശം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവരതിനെ തീവ്രവാദികളെ വെള്ളപൂശുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളും ഇവർക്കെതിരെ, അതായത് ഇത് വലിയൊരു കോർപ്പറേറ്റ് ജിഹാദ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്, അത് മഹാരാഷ്ട്ര പോലീസ് ഇനീഷ്യൽ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തിലെ പല പല കോർപ്പറേറ്റ് കമ്പനികളും കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് IT കമ്പനി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഉണ്ട് എന്നാണ്. അത് വളരെ സൈലൻ്റ് ആയിട്ടാണ് നടന്നു പോകുന്നത്. കേരളം ഉൾപ്പെടെയുള്ള, അതായത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും പല കമ്പനികൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ TCSൻ്റെ വാർത്ത തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അധികം അവർ ഓൺലൈൻ വഴിയും പ്രചരിപ്പിച്ചില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും, അതായത് ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഇതിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ചും, അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഡിജിറ്റൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല മാധ്യമങ്ങളും ചെയ്ത വീഡിയോയും ആൾക്കാരിടുന്ന പോസ്റ്റുകൾ അടിയിലൊക്കെ ആൾക്കാർ വന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഇത്തരം സംഭവങ്ങളുണ്ട്, അത് സൈലൻ്റായിട്ട് നടക്കുകയാണ്. പല ആൾക്കാർക്കും പല കമ്പനികളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് IT കമ്പനി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, MNCയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവരുടെ ഇടയിൽ അതായത് പ്രത്യേകം ഒരു പ്രത്യേക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ്, അവർക്ക് സെപ്പറേറ്റ് ഒരു ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി പല പല കാര്യങ്ങളും പല കമ്പനികളിലും ഉണ്ട്. അവരെല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും, പക്ഷേ ഇവർക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. നിങ്ങൾ ആരോട് ചോദിച്ചാലും മനസ്സിലാവും. അപ്പോൾ രാജ്യത്തുടനീളം ഇത്തരത്തിൽ കോർപ്പറേറ്റ് ജിഹാദ് ഉണ്ട് എന്ന് തന്നെയാണ് അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം മൊത്തം, അതായത് എല്ലാ സംസ്ഥാനത്തും ഈ IT ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു വിശദമായ അന്വേഷണത്തിന് NIA കൂടി ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ, അതായത് സ്വാഭാവികമായിട്ട് എല്ലാ കേസിലും സംഭവിക്കുക, അതായത് ഈ ടെററിസ്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന പല കേസുകളും NIA എന്താ ചെയ്യുക, NIA ഡയറക്റ്റ് ഇൻവോൾവ് ആവില്ല. പക്ഷേ പാരലലി അന്വേഷണം ഏത് പോലീസ് അന്വേഷിക്കും, ഇപ്പോൾ കേരളത്തിൽ പോലും പല വിഷയങ്ങളും കേരള പോലീസ് അന്വേഷിക്കുമ്പോൾ ആ സമയത്ത് പോലും NIA ഒരു ടീമിനെ വെച്ചിട്ട് പാരലായിട്ട് അൺഒഫീഷ്യലായിട്ട് അന്വേഷിക്കും, ഇതിനെന്തെങ്കിലും അത്തരത്തിലുള്ള ടെററിസ്റ്റ് ലിങ്ക് ഉണ്ടോ, അതിന് അത്തരത്തിലുള്ള ആംഗിൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മഹാരാഷ്ട്ര പോലീസ്, മഹാരാഷ്ട്ര SIT NIAയുടെ സഹായം തേടിയ സ്ഥിതിക്ക് മിക്കവാറും എന്താ പറയേണ്ടത്, ഈ എല്ലാ ക്യാമ്പസുകളും, ഇന്ത്യയിലെ എല്ലാ ടെക്നോ സെൻറ്ററുകളിലും NIAയുടെ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്, ഇതിന് ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അതിനൊരു വേരുകൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ TCS വിഷയവുമായി ബന്ധപ്പെട്ട്, ഇത് ഈ TCS വിഷയമാണല്ലോ ഇത് ഇത്തരത്തിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ TCSൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നും ഈ നിതാക്കാനുമായി ബന്ധപ്പെട്ട്, അത് നിതാക്കാൻ മഹാരാഷ്ട്രയിലെ മുംബൈയിലെ മലാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ TCSൻ്റെ സെൻറ്ററിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പല ആൾക്കാരും കേരളത്തിലെ ആൾക്കാരായിട്ടും കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടെക്നോ പാർക്കിലും, നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലും തിരുവനന്തപുരം ടെക്നോ പാർക്കിലും ക്യാമ്പസുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു NIA ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പല കമ്പനികളും, നമ്മുടെ ഇവിടുത്തെ വാർത്തകൾ പുറത്തു വരുന്നില്ല, പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ വരുന്ന പല വാർത്തകളും ചില നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഈ താക്കോൽ സ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അതായത് കമ്പനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയ ആൾക്കാരൊക്കെ പുറത്താക്കുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ചില ആൾക്കാർ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില കോർപ്പറേറ്റ് സെക്ടറിൽ ചില ആൾക്കാർ അമിതമായിട്ട് അവരുടെ മതം പറഞ്ഞ് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, അതായത് ഞങ്ങളോട് അത് മറ്റു മതസ്ഥരെ നിങ്ങളുടെ മതം എന്താണ് പറയുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇത്തരം വരുന്ന ആൾക്കാരെ കമ്പനി ഒഫീഷ്യലായിട്ട് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ ഡിസ്മിസ് ഡയറക്റ്റ്, അതായത് പെട്ടെന്ന് പറഞ്ഞു വിടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഇപ്പോൾ പുറത്തു വരുന്ന ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഹാൻഡിൽസ് നിന്ന് വരുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ സംഭവിച്ച മഹാരാഷ്ട്രയിലെ നാസിക്കിൽ സംഭവിച്ച അതേപോലെ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഈ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കമ്പനിയിലും ടെക്നോ പാർക്കിലെ കമ്പനിയിലും ഉണ്ട്, സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വളരെ ശക്തമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വലിയൊരു അജണ്ടയാണ്. അതായത് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് അവർ മൂന്ന് ടയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ടയർ 1, ടയർ 2, ടയർ 3. അപ്പോൾ ഇത്തരം ആൾക്കാരെയാണ് അവർ റിക്രൂട്ടല്ല നോക്കി വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ TCSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ HR-നെ ഒരു എംപ്ലോയിനെ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ അവരുടെ എന്താ പറയുക അടിവസ്ത്രം വരെ അഴിച്ച് പരിശോധിക്കാനുള്ള അത്തരത്തിലുള്ള രേഖകൾ അവർ ശേഖരിക്കും. കാരണം വെച്ചാൽ അത്രയും കാര്യങ്ങളാണ് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും നമ്മളെന്താണ് എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡായ ഹിന്ദു പെൺകുട്ടികളെ നോക്കിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ് ടയർ 1. ടയർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് പെൺകുട്ടികളെ. അപ്പോൾ അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും, അതായത് എന്ത് മെൻ്റലി പ്രശ്നമുള്ള ആൾക്കാർ ഇവരൊക്കെ നോക്കി വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത്തരം പെൺകുട്ടികളെ നോക്കിയിട്ടും, പിന്നെ മൂന്നാമെന്ന് വെച്ചാൽ ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരെ വലിയ രീതിയിലുള്ള മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ട് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഗ്രൂമിങ് ഗ്യാങ്ങുകൾ ലണ്ടനിലാണ് ഇത് ആദ്യം ഉണ്ടായത്. ഈ ഗ്രൂമിങ് ഗ്യാങ്ങുകൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ലെവലും ഓരോ കാറ്റഗറി ഓരോ ക്ലാസ്സിലും പെട്ട പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ അവർക്ക് പ്രത്യേക സിസ്റ്റമുണ്ട്, പ്രത്യേക ആർക്കിടെക്ചറുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലായാലും ഈ ഇൻഫോ പാർക്കിലായാലും ടെക്നോ പാർക്കിലായാലും ഇത്തരത്തിലുള്ള ആൾക്കാർ സൈലൻ്റായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചില സോഷ്യൽ മീഡിയ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് സംഭവിച്ച കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായില്ലേ. അപ്പോൾ എന്താണ് വൈറ്റ് കോളർ ജിഹാദ്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അന്ന് ചന്ദ്രഹാസം മുഴക്കി വൈറ്റ് കോളർ ജിഹാദ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്വേഷണം പുരോഗമിക്കും തോറും അതിന് പുറത്തു വന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമായിരുന്നു ഈ വലിയ രീതിയിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ കോപ്പ് കൂട്ടി അവരൊക്കെ തൂക്കിയെടുത്ത് തന്നെയും ഉത്തർപ്രദേശ് പോലീസൊക്കെ തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നു. പക്ഷേ എന്തിനാലും ആ ഒരു സംഭവം വൈറ്റ് കോളർ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പിന്നീട് അന്വേഷണത്തിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ പുറത്തു വന്നു. അതിനകത്ത് എന്താണ് മനഃപൂർവ്വം ബലമായി ബീഫ് തീറ്റിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ മാധ്യമങ്ങളും ഇവിടുത്തെ വട്ടപ്പൊട്ട ടീംസൊക്കെ ഫെമിനിസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കി. അത് BJP പ്രൊപ്പഗണ്ട ഫിലിമാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. ഇപ്പോഴിത് സമാനമായ സാഹചര്യം എന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്ര നാസിക്കിലെ TCSൽ നിന്ന് പുറത്തു വന്ന വാർത്ത പ്രകാരം അവിടുത്തെ പെൺകുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ബലമായി ബീഫ് തീറ്റിച്ചു, അതായത് ബുർക്ക ധരിക്കാൻ നിർബന്ധിച്ചു ഇനിതാക്കാൻ എന്ന് പറയുന്ന HR മാനേജർ ബലമായി ബീഫ് തീറ്റി. അതായത് ഇത്തരം കാര്യങ്ങൾ, അതായത് ഇവരെ റിക്രൂട്ട് ചെയ്തിട്ട് മുസ്ലിം ആയ ടീം ലീഡേഴ്സിൻ്റെ അണ്ടർ ജോലിക്കിടുകയും ഇവരെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോവുകയും അവിടെ ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് അത്രയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് കൂട്ടമായി ഈ ബലാത്കാരം ചെയ്യുക, അത്രയും വീഡിയോകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവരെ ഗ്രൂമിങ് ഗ്യാങ്ങിൻ്റെ പ്രത്യേക ആക്ടിവിറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എടുത്തു വന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ കേരള സ്റ്റോറിയുടെ ഇത് ബീഫ് കഴിക്കുന്നതിന് ചന്ദ്രഹാസം വഴിക്കാതെ ടീം ഇത് സത്യത്തിൽ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് പോസ്റ്റിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഏകദേശം 1-2 മാസം മുന്നെയാണ് ഈ കേരള സ്റ്റോറിയുടെ കോൺട്രവേഴ്സി ഉണ്ടായത്. അന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ എവിടെ നടക്കും, ഇത്തരം കേരളത്തിൽ അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് പറയാനേ ഉള്ളൂ, നേരെ മഹാരാഷ്ട്രയിലേക്ക് വിട്ടോ, അത് നാസിക്കിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ബലമായിട്ട് ബീഫ് തീറ്റിക്കുന്ന കാര്യങ്ങൾ കാണണമെങ്കിൽ മഹാരാഷ്ട്ര നാസിക്കിലേക്ക് വിട്ടോ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാലും ഇത്തരം ഗ്രൂമിങ് ഗ്യാങ്ങുകൾ ഈ IT കമ്പനികൾ മാത്രമല്ല എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ട്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടും ഭയം വേണ്ട. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഭയം വേണ്ട, ജാഗ്രത മതി. അതായത് ഇത്തരം മതം പറഞ്ഞ് തങ്ങളെ സമീപിക്കുന്ന ആൾക്കാരെ അകറ്റി നിർത്തുക, അത്തരം സൗഹൃദങ്ങൾ മാറി നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.